ഭാഷിതങ്ങൾ ചാപ്റ്റർ 14:26-27. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം. സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കും. ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ ഗണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. പ്രാർത്ഥനയുടെ തീക്ഷ്ണതയാണ് സർവശക്തനായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും അവിടുത്തെ ഹൃദയത്തെ സ്പർശിക്കുന്നതും. അതരത്തിന്റെ സ്വരത്തേക്കാൾ കൂടുതലായി ഹൃദയത്തിന്റെ സ്വരമാണ് ദൈവം ശ്രവിക്കുന്നത്. ശരിയാം വിധം നാം ജപമാല ചെല്ലുന്നുവെങ്കിൽ യേശുവിനും പരിശുദ്ധ മറിയത്തിനും അത് മഹത്വം നൽകും. അത് മറ്റൊരു പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ആത്മാവിന് ശ്രേഷ്ഠമാണ്. തനിച്ച് ജപമാല ചെല്ലുമ്പോൾ ഒരു ജപമാലയുടെ മാത്രം യോഗ്യത നേടുന്നു. 40 ആളുകളോടുകൂടെ ചേർന്ന് ജപമാല ചെല്ലുന്നുവെങ്കിൽ ആ വ്യക്തി 40 ആളുകളുടെ യോഗ്യത നേടും. എത്ര ലാഭകരം! ദൈവകോപം ശമിപ്പിക്കുന്നതിനും അവിടുത്തെ കാരുണ്യം വിളിച്ചപേക്ഷിക്കുന്നതിനും സമൂഹ പ്രാർത്ഥനയാണ് കൂടുതൽ ശക്തം. സമൂഹ പ്രാർത്ഥന പിശാചിനെ വളരെ കൂടുതലായി ഭയപ്പെടുത്തും. കാരണം അത് സൈന്യമാണ് അവനെ ആക്രമിക്കുന്നത്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ അവന് കീഴടക്കാനും എന്നാൽ സമൂഹ പ്രാർത്ഥനയെ തകർക്കുവാൻ അവനെ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരും. ലോകത്തിൻ്റെയും പിശാചിൻ്റെയും ജഡത്തിൻ്റെയും പിടികളിൽ നിന്നും അകന്നു നിൽക്കാനും മാരകഭാവത്തെ ഒഴിവാക്കാനും സ്വർഗം നേടാനും നമുക്കാവുന്നതോടൊപ്പം ആത്മാക്കളുടെ രക്ഷയും ജപമാല പ്രാർത്ഥനയോടെ സാധ്യമാകുന്നു. വിശ്വാസത്തോടെ, എളിമയോടെ, ആത്മധൈര്യത്തോടെ, സ്ഥിരോത്സാഹത്തോടെ നാം കൂടെ കൂടെ ജപമാല ചെല്ലുന്നത് വഴി ജീവിക്കുന്നവരെ മാത്രമല്ല രക്ഷപ്പെടാതെ സകല ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്.